ഹായ് ഡിയേഴ്സ്, അവളിടം ബൈ നീതുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കസ്റ്റാർഡ് കേക്കാണ്. ഇത് നല്ല പഞ്ഞി പോലുള്ളൊരു കേക്കാണ്. ഉണ്ടാക്കാനും എളുപ്പമാണ്. ക്രീം കേക്കൊന്നും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിഞ്ഞോളണമെന്നില്ലല്ലോ. അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇത് കണ്ടില്ലേ, നല്ല നല്ല കളറുമാണ്. അത് ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. അതിൻ്റെ കളർ ഇങ്ങനെ തന്നെയാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ബൗൾ വേണം എടുക്കാൻ. ഇത് മുട്ട ബീറ്റ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയായിട്ട് എടുക്കേണ്ടത്. ഇനി ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. നല്ലപോലെ നല്ല ക്രീമി ആയിട്ട് കളറൊക്കെ മാറി ഇതേപോലെ വൈറ്റ് ക്രീം കളറായിട്ട് വരണം. അതേപോലെ എന്നിട്ട് റിബൺ പോലെ ഇങ്ങനെ വീഴണം. ഇതാണ് അതിന് പാകം. അതിനകത്തേക്ക് 1/2 കപ്പ് ഓയിലും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് ഇതേപോലെ കളറാവണ വരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡറാണ്. ഇത് വാനിലയുടെ ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി മിൽക്ക് പൗഡറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കണം. നല്ല കുത്തി ഇളക്കൊന്നും ചെയ്യരുത്. നമ്മൾ ബീറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അപ്പം എല്ലാം സാവധാനം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. കട്ടയൊന്നുമില്ലാതെ ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം അടുത്തതും കൂടെ നമുക്ക് അരിച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതാ രണ്ടും കൂടെ ഞാൻ 2 പ്രാവശ്യം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബാറ്ററി കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് സാവധാനം വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ വീഡിയോ നല്ല സ്പീഡാക്കിയിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യുന്ന പോലെ തോന്നുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇത് ഞാൻ കുറച്ച് മൈദ അതിനകത്തേക്ക് ഇട്ടൊന്ന് എടുത്തതാണ്. ഈ ടൂട്ടി ഫ്രൂട്ടി ബേക്കായി വരുമ്പോൾ എല്ലാം കേക്കിൻ്റെ അടിയിലേക്ക് പോവും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി അത് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ ചെറി ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്തതാണ്. എന്നിട്ട് കേക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 45 മിനിറ്റ് ആണ് ബേക്ക് ചെയ്യാനെടുത്ത സമയം. അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് സമയം മാറും. അപ്പോൾ നിങ്ങളൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക വെന്തിട്ടുണ്ടോ എന്ന്. ഇതേപോലെ ഒന്ന് കുത്തി നോക്കുക. എന്നിട്ട് ഒരു വെന്തില്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ വെച്ച് ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ട് ചൂടാറാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ അത് കത്തി കൊണ്ടൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ച് നമുക്ക് കേക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാം. അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചതൊന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിടാം. ഇതാ കണ്ട നല്ല അടിപൊളി കേക്കല്ലേ. നമ്മളെ കാണാനൊക്കെ നല്ല ഭംഗിയല്ലേ. നല്ല കളറുമാണ്. നല്ല പഞ്ഞി പോലെയുള്ള കേക്കുമാണ്. പിന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നതൊക്കെ ആദ്യം വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കേക്ക് എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.